അല്ലാഹുവേ ആ മലക്കുകളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. രണ്ട്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, രണ്ടാമത്തെ പടപ്പുകളാരാ, രണ്ടാമത്തെ പടപ്പുകളാരാ, ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മൃഗങ്ങളാ രണ്ടാമത്തെ പടപ്പുകളെന്ന് പറയുന്നത്. അല്ലാഹു ഈ ദുനിയാവിൽ പടച്ചിരിക്കുന്ന രണ്ടാമത്തെ പടപ്പുകളെന്ന് പറയുന്നത് ഏതെന്നറിയോ? അത് മൃഗങ്ങളാ. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് ബുദ്ധിയില്ല, എന്നാൽ വികാരമുണ്ടെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പടപ്പെന്ന് പറയുന്നത് മൃഗങ്ങളാ. മൃഗങ്ങളുടെ പ്രത്യേകത എന്താ? ബുദ്ധിയില്ല, പക്ഷെ എന്തുണ്ട്? വികാരമുണ്ട്. ഇപ്പൊ കന്നിമാസത്തിലൊക്കെ നമ്മൾ റോഡിലൂടെ പോയാൽ കാണാൻ കഴിയും, ഈ നായ്ക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നത് കാണാൻ കഴിയും. അത് കാണാൻ കഴിയും. അതെന്തുണ്ട്? വികാരമുള്ളത് കണ്ട. പക്ഷേ ഈ മൃഗങ്ങൾക്ക് എന്തില്ല? ബുദ്ധിയില്ല. എന്തില്ല? ബുദ്ധിയില്ല. ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാർക്കില്ല, മൃഗങ്ങൾക്കില്ല. മൂന്ന്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, ഏതെന്നറിയോ? ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പടപ്പുകളിൽ മൂന്നാമത്തവരാരാ? അത് മനുഷ്യന്മാരാ. അത് ഞാനും നിങ്ങളുമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? അവർക്ക് അല്ലാഹു വികാരം കൊടുത്തിട്ടുള്ളതാ, ബുദ്ധി കൊടുത്തിട്ടുള്ളതാ. എന്നിട്ടതാ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുകയാ, മനുഷ്യന്മാർക്ക് അല്ലാഹു ബുദ്ധി തന്നല്ലോ, മനുഷ്യന്മാർക്ക് അല്ലാഹു വികാരം തന്നല്ലോ. എന്നാൽ ആ ബുദ്ധി കൊണ്ട് വികാരത്തെ ശമിപ്പിക്കുന്നവരാരാ? അവരാണ് മോനെ മലക്കുകളെക്കാൾ ശ്രേഷ്ഠമുള്ളവരെന്ന് റസൂലുള്ള പറയുകയാ. അവരാണ് ഔലിയാക്കള്, അവരാണ് മഹാന്മാര്, അവരാണ് ഔലിയാക്കള്. അവരുടെ ചാരത്തു പോയി കരഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാളെന്ന് പ്രിയമുള്ളവര് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇജാബത്തുള്ളവരാ, പ്രതിഫലമുള്ളവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഔലിയാക്കളെന്ന് പറയുന്ന മനോഹരമാകുന്ന വിഷയത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടക്കാൻ പോകുകയാ. ഔലിയാക്കളെ പറ്റി ഖുർആനുണ്ടല്ലോ, പറയുകയാ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു വദാ പറയുകയാ, ഖുർആനിലൂടെ പറയുകയാ, മോനെ അവർക്കൊരാളെയും ഭയമില്ല, അവർക്കൊരാളെയും പേടിയില്ല. ആര് കടന്നു വന്നാൽ, ആരവരുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ, എന്റെ പ്രിയമുള്ളവരെ, ഉമർഖാലിയുടെ മുമ്പിലേക്ക് ശത്രുക്കൾ കടന്നു വന്നപ്പോ അവരെ മുഴുവനും അതാ ഉമർഖാലി നേരിട്ടതുപോലെ മമ്പറന്നങ്ങളുടെ മുമ്പിലേക്ക് ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നപ്പോ, ചുങ്കം പിരിക്കാൻ കടന്നു വന്നപ്പോ ഞാൻ കൊടുക്കൂല എന്ന് മമ്പറന്നങ്ങൾ പറഞ്ഞതുപോലെ ഒരാളെയും ഔലിയാക്കന്മാർക്ക് പേടിയില്ല. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരാളെയും പേടിയില്ല, അവർക്കൊരാളെയും ഭയമില്ല. അവർ ഈമാനിന്റെ പ്രിയമുള്ളവരെ കാത്തു സൂക്ഷിക്കുന്നവരാ, അവർ ഇഖ്ലാസുള്ളവരാ, പടച്ചവനെ പേടിയുള്ളവരാ. എന്നിട്ടതാ ഖുർആൻ പറയുകയാ, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവരതാ വിശ്വസിക്കുകയും അതാ സൂക്ഷ്മത പാലിക്കുന്നതാ. അവരാരാണോ പിടിക്കുന്നത് അവരെ എന്നെ പ്രിയമുള്ളവരെ ഔലിയാക്കന്മാര് മുറുകെ പിടിക്കുന്നതാ എന്നതാ ഖുർആൻ പറയുമ്പോ, നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണ അല്ലാ, കബൂലാക്കണ അല്ലാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ഔലിയാക്കന്മാരുടെ കറാമത്തിനെ പറ്റി പഠിക്കാൻ പോകുകയാ. ഔലിയാക്കന്മാരുടെ
സവിശേഷതകളെ പറ്റി പറയാൻ പോവുകയാ. ഔലിയാക്കളുടെ സ്വഭാവത്തിന്റെ മഹത്വത്തെ പറ്റി പറയാൻ പോകുകയാ. മോരെ ചീരണി മാത്രം കൊടുത്താൽ പോരാ, ആണ്ട് നേർച്ച മാത്രം നടത്തിയാൽ പോരാ. എത്രയോ പള്ളി കമ്മിറ്റികളാ ഔലിയാക്കന്മാരുടെ ആണ്ട് നേർച്ച നടക്കുമ്പോ, ഉറൂസുകൾ നടക്കുമ്പോ, ഗാനമേള നടത്തുന്ന എത്രയോ പേരാ. പാടില്ല, പാടില്ല. അവരുടെ കുരുത്തക്കേട് അല്ലാഹു തരുന്നതാ. അവരുടെ പൊരുത്തം വേണോ, അവരുടെ മദദ് വേണോ, അവരുടെ എല്ലാ തിരുനോട്ടം വേണോ, അവരുടെ ഹിർസ് വേണോ, അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം നാളെ അതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുന്നതാ. നാദാ, അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഔലിയാക്കന്മാരെ ആരാണോ മുറുകെ പിടിക്കണത് അവരോടൊപ്പം നാളെ, ഔലിയാക്കന്മാരോടൊപ്പം നാളെ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയണതാ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. ഞാൻ പറയാ, ഔലിയാക്കന്മാരുടെ ആണ്ട് നേർച്ച വരുമ്പോ, മഹാരഥന്മാരുടെ ആണ്ട് നേർച്ച നടക്കുമ്പോ, നമ്മുടെ നാട്ടിൽ മക്കാമുകൾ ഉണ്ടാകുമ്പോ, അവിടുത്തെ ആണ്ട് നേർച്ച നടക്കുമ്പോ ഉറൂസ് നടത്തിയാൽ മാത്രം പോരാ, അത് അദബോടെയും തഖ്വയോടെയും ഈമാനോടെയും ഇഖ്ലാസോടെയും എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അൽഹംദുലില്ലാഹ് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോ നമ്മുടെ കർണാടകയിലൊക്കെ ഉറൂസ് നടക്കുമ്പോ അതൊക്കെ മാന്യമാകുന്ന രീതിയിലാണ് നടക്കാറ്. 10-14 ദിവസവും ഇൽമിന്റെ സദസ്സ് സംഘടിപ്പിച്ചിട്ടാണ് മഹാന്മാരുടെ ഔലിയാക്കളുടെ ആണ്ട് നേർച്ചയും ഉറൂസും ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്നത്. പക്ഷേ കേരളത്തില് തെക്കൻ ജില്ലകളില് അതുപോലെ മലബാറിൽ ചില പ്രദേശങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ് ആണ്ട് നേർച്ച നടക്കും. എങ്ങനെ നടക്കണേ? DJ പാർട്ടി, സിനിമാ നടന്മാരുടെ ഗാനമേള, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചില ഉറൂസുകള് ചില കമ്മിറ്റിക്കാർ നടത്തുന്നത്. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ഔലിയാക്കന്മാരുടെ ആണ്ട് നേർച്ച നടക്കുമ്പോ, ഉറൂസ് നടക്കുമ്പോ, മക്കാമിൽ എന്റെ പ്രിയപ്പെട്ടവർ ഉറൂസുകൾ നടക്കുമ്പോ അവരുടെ ആണ്ട് നേർച്ചയിൽ വന്ന് പങ്കെടുത്ത് ചീരണി മാത്രം മേടിച്ചു കൊണ്ടുപോയാൽ പോരാ. എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തിലുള്ള ചില ഗുണങ്ങൾ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. അതാണ് നമ്മുടെ വിഷയം. ഔലിയാക്കളുടെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന 4 ഗുണങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. ആ 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. ഔലിയാക്കന്മാരുടെ ജീവിതത്തിലെ 4 ഗുണങ്ങൾ, ആ 4 ഗുണങ്ങൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. വെറുതെ ആണ്ട് നേർച്ച നടത്തിയാൽ പോരാ, വെറുതെ ഉറൂസ് നടത്തിയാൽ പോരാ, വെറുതെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ പോരാ. അവരുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ഏടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞാൻ ഒന്നും കൂടി പറയാ, ചോറ് വാങ്ങിച്ചു കൊണ്ടുപോവുകയല്ല ഔലിയാക്കന്മാരുടെ സ്നേഹമെന്ന് പറയണേ. അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു ഗുണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, ഔലിയാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഓരോ മനുഷ്യന്മാരും കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ ഗുണപാഠം ഏതാ? ഒരുപാട് ചരിത്രങ്ങളുള്ള മനോഹരമാകുന്ന വിഷയമാണ്. അല്ലാഹുവേ പഠിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഔലിയാക്കളുടെ സവിശേഷതകൾ, ഔലിയാക്കൾ എവിടാണെന്ന് പറഞ്ഞു, അവരാരോടൊപ്പമാണെന്ന് പറഞ്ഞു, അവരെ മുറുകെ പിടിക്കുന്നവർ എവിടെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാ, ഇനി പറയാൻ പോകുന്ന വിഷയം, ഔലിയാക്കളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങൾ കൊണ്ടുവരേണ്ട 4 ഗുണപാഠങ്ങൾ ഏതാണ് എന്നൊരു 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞ് 4 ചരിത്രങ്ങളും പഠിച്ച് നമുക്ക് ഇവിടെ നിന്ന് വിട പറയണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. പഠിച്ചൂടെ 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 എന്താ? ഞാൻ നിങ്ങളുടെ നേരത്തെ പൈസ വാങ്ങിച്ച പോലെയാണ് നിങ്ങളുടെ മോൻ കണ്ടു കഴിഞ്ഞാൽ
പഠിച്ചൂടെ? ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉസ്താദെ ചോറില്ലല്ലോ, ഉസ്താദെ ചോറില്ലാത്തോണ്ട് ഞങ്ങൾ അങ്ങനല്ലപ്പ. ഞാൻ പറയാ, സ്നേഹത്തിൽ പറയാ, ചോറ് കഴിച്ചിട്ട് പോകലല്ല ഉറൂസ് എന്ന് പറയണേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ നമ്മൾ പിൻപറ്റുമ്പോ അതിനാണ് എന്റെ പ്രിയപ്പെട്ടവർ യഥാർത്ഥ ഉറൂസ് എന്ന് പറയാ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, 6000-ഓളം ആയത്തുകളുള്ള അള്ളാഹുവിന്റെ ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഊതുകയാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പടച്ചവനെ ഔലിയാക്കന്മാരുടെ ഗുണങ്ങളേതാ, അവരുടെ ജീവിതത്തിലെ ഗുണപാഠങ്ങളേതാ, അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്. മോനെ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദാ വഖിയാമാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഔലിയാക്കന്മാരുടെ മഹത്വമേതാ, അതിലൊന്നാമത്തേതാ, എല്ലാവരും അതാ കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയില് ഔലിയാക്കന്മാര് അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെന്റെ പ്രിയമുള്ളവരെ പാതിരാത്രിയിൽ മുഴുവനുമുണ്ടല്ലോ നമസ്കരിച്ചവരാ, ഇബാദത്ത് ചെയ്തവരാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, ഔലിയാക്കന്മാരെ നിസ്കരിച്ചവരാ. ഇന്ന് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഏതെങ്കിലും മക്കാമിന്റെ ചാരത്ത് പോയിട്ട് ഞങ്ങൾ മക്കാമിന്റെ ആളുകളാ, ഞങ്ങൾ മസാറുകളുടെ ആളുകളാ, ഞങ്ങൾക്കതാ നിസ്കാരമില്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ആശിഖ് ദാരിമിയല്ല പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദാ വഖിയാമാ. ഔലിയാക്കള് പാതിരാത്രിയിൽ നിന്നുകൊണ്ട് നമസ്കരിച്ചവരാ. അതുകൊണ്ട് പറയുകയാ, പാതിരാത്രിയിൽ നമസ്കരിക്കാൻ പറയുന്നില്ലോ, ഔലിയാക്കളുടെ ഉറൂസ് നടത്തുന്നവരെ, അവരെ ബഹുമാനിക്കുന്നവരെ, അവരാദരിക്കുന്നവരെ ഒന്നാമത്തെ ഗുണപാഠമേതാ, നമസ്കരിക്കേണ്ടതാ, ഇബാദത്ത് ചെയ്യേണ്ടതാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാ, നമസ്കരിക്കേണ്ടതാ, ഇബാദത്ത് ചെയ്യേണ്ടതാ. പടച്ചവനെ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു വരേണ്ടതാ, 2 റക്അത്ത് നിസ്കരിക്കേണ്ടതാ, എന്നിട്ടതാ ഖുർആൻ ഓതേണ്ടതാ, പടച്ചവനോട് ദുആ ചെയ്യേണ്ടതാ. നാദാ സമാധാന തരണ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്താൽ അല്ലാഹു പടച്ച തമ്പുരാൻ സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് തരുന്നതാ, സന്തോഷം തരുന്നതാ, ആനന്ദം തരുന്നതാ. അതുകൊണ്ട് പറയുകയാ, ഔലിയാക്കളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പവിത്രതയേതാ, മഹത്വമേതാ, നിസ്കാരമാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യമായി നമുക്ക് എണ്ണിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്ന് പറയുന്നത് നിസ്കാരമാണ്. അവരെന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരങ്ങൾ ഒഴിവാക്കാറില്ല. അവര് പാതിരാത്രിയിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അവരെന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നവരാ. ഇപ്പൊ ഇവിടെ കൊണ്ടോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ചില മക്കാമുകളില് ചില ആളുകൾ ഇരിക്കും, ചില മക്കാമുകളില് ചില ആളുകൾ ഇരിക്കും. ആ മക്കാമിന്റെ
തൊട്ടടുത്ത് പള്ളി ഉണ്ടാകും. ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ചില ചങ്ങാതിമാർ ആ സമയത്തും പള്ളി പോകൂല. ആ മക്കാമിന്റെ ചാരത്തിന്റെ മുറുക്കാനൊക്കെ ചവച്ച് കയ്യിൽ 2 വള, ഇവിടെ കഴുത്തിലൂടെ ഒരു മാല, കാലിലൊരു ചെങ്ങലയൊക്കെ ഇട്ടിട്ട്, അല്ലെ മിക്ക മക്കാമുകളിലും ഇരിക്കണ ചില ചെറുപ്പക്കാരുണ്ട് മുറുക്കാൻ ചവച്ച്. ഇവരുടെയൊക്കെ വിചാരം മുറുക്കാൻ ചവച്ചാൽ എന്താ ഔലിയാക്കളുടെ ആളാകുന്ന. ചില ആളുകളുണ്ട് കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ മാല ഇങ്ങനെ ഇട്ട് നടക്കും. എന്നിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ ഈ ചങ്ങാതിമാർ എന്ത് ചെയ്യൂല, പള്ളിയിൽ പോകൂല. സ്വാഭാവികമായിട്ടും ആരെങ്കിലും ചെന്നിട്ട് ചോദിക്കാ, മോനെ നീ പള്ളി പോണില്ല, ഞങ്ങൾ ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ആൾക്കാരാ, ഞങ്ങൾക്ക് നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കണ ചില നമുക്കുകളുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ അത് പക്കാ ഫ്രോഡുകളാ, അത് പക്കാ ഫ്രോഡുകളാ. ഞാൻ പറയാ ഏതു മക്കാമിന്റെ ചാരത്തിരുന്നാലും എത്ര മുറുക്കാൻ ചവച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം ബുദ്ധിയും ശുദ്ധിയും വിവേകവും പക്വതയുമുള്ള എല്ലാവർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം എന്താണ്, നിർബന്ധമാണ്. ഞാൻ ഔലിയാടെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ മക്കാമിൽ കിടക്കുന്ന ഉപ്പയുടെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ മക്കാമിൽ കിടക്കുന്ന മഹാൻ പാതിരാത്രിയിലടക്കം നിസ്കരിച്ചവരാ. പക്ഷേ നമ്മളോ ഒരു സുബഹി പോലും നിസ്കരിക്കണില്ല, മുഹർ നിസ്കരിക്കണില്ല, അസർ നിസ്കരിക്കണില്ല, മഗ്രിബ് നിസ്കരിക്കണില്ല, ഇശാ നിസ്കരിക്കണില്ല. എന്നിട്ട് ആ മക്കാമിന്റെ ചാരത്തിരുന്ന് ദിക്റും ദുആയും ചെല്ലുക. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വായിൽ മുറുക്കാൻ ചവച്ചാൽ നമ്മുടെ വിചാരം നമ്മൾ വലിയ ഔലിയാണെന്ന്, അല്ലെ? നമ്മൾ ഈ ചില ഉള്ളാളത്ത് പോയാല്, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്ത് പോയാല്, അല്ലെങ്കിൽ കാസർഗോഡ് മാലിക് ദിനാറിലൊക്കെ പോയാല്, അല്ലെങ്കിൽ മമ്പുറത്ത് പോയാല്, മടവൂര് പോയാല്, അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകളുണ്ട് അല്ലെ, തോളത്തേക്ക് ഇങ്ങനെ പച്ചപ്പട്ടൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് പോകും. നമ്മൾ ഓർക്കും, പടച്ചോനെ ഓരോ വായിൽ മുറുക്കാനുണ്ട്, ഓരോ കയ്യിൽ വലിയൊരു ചെങ്ങലയുണ്ട്, ഓരോ കയ്യിൽ ചെയിനുണ്ട്, ഓരോ തലയിൽ മാലയുണ്ട്, ഒരു ഔലിയാണ് അല്ലെങ്കിൽ ഓരോ മഹാനുമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കൈപിടിച്ച് മുത്താനും ചുംബിക്കാനും അവരെ കെട്ടിപ്പിടിക്കാനൊക്കെ പോകും. മോനെ പാടില്ല, അവരൊരിക്കലും ഔലിയാക്കളുടെ ആളല്ല. കാരണം എന്തേ, ഔലിയാക്കന്മാർ നിസ്കരിച്ചിരുന്നവരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്തിരുന്നവരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ രാത്രിയിലടക്കം നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിച്ചവരാ. അല്ലാഹുവേ, ആ ഔലിയാക്കന്മാർ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഗുണപാഠം എന്ന് പറയുന്നത് നിസ്കാരമാണെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. അല്ലാഹുവേ, അത് മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ്, ഞാൻ ഒരാളോട് കൈവക്കാൻ പറയണില്ല, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വന്തം ശരീരത്തിനോടൊന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാഹുവേ, മാലിക് ദീനാറിൽ ഉറൂസ് നടന്നപ്പോ, അല്ലെങ്കിൽ അല്ലാഹുവേ മടവൂർ ഉറൂസ് നടന്നപ്പോ, അല്ലാഹുവേ മമ്പറത്ത് ഉറൂസ് നടന്നപ്പോ, പടച്ചവനെ ഞങ്ങൾ എല്ലാവരും അവിടെ ആണ്ട് നേർച്ചയ്ക്ക് പോയവരാ. പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത്, ആ മക്കാമിന്റെ ചാരത്ത് ചെന്ന സമയത്ത്, അല്ലാഹുവേ ഞാൻ ളുഹ്ർ നമസ്കരിച്ചിരുന്നു, അല്ലാഹുവേ ഞാൻ അസ്ർ നിസ്കരിച്ചിരുന്നു, അല്ലാഹുവേ ഞാൻ മഗ്രിബ് നിസ്കരിച്ചിരുന്നു, അല്ലാഹുവേ ഞാൻ ഇശാ നിസ്കരിച്ചിരുന്നു എന്നൊരു ചിന്ത എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരണം. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വേദനിപ്പിക്കുന്ന ചരിത്രം ഞാൻ പറഞ്ഞു തരാം. സദ്ദാം ഹുസൈൻ എന്ന് ഞാൻ നിങ്ങളും കേട്ടവരാ, അല്ലേ? സദ്ദാം ഹുസൈൻ എന്ന് ഞാൻ നിങ്ങളും കേട്ടവരാ. സദ്ദാം ഹുസൈൻ ഇത്രത്തോളം ആളുകൾ ചർച്ച ചെയ്യാൻ കാരണം എന്താ, ആ കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് സദ്ദാം ഹുസൈനെ കയറ്റിയപ്പോഴും സദ്ദാം ഹുസൈൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് ആ കഴുകുമരത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ അന്തസ്സോടെ ധൈര്യമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്നു കൊടുത്തു, അല്ലേ? ഞാൻ പറയാ നിസ്കരിക്കാതെ നടക്കുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ചരിത്രം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ. നമ്മൾ എത്രയോ ഉറൂസുകളിൽ പങ്കെടുത്തവരാ, നമ്മൾ എത്രയോ ആണ്ട് നേർച്ചകളിൽ പങ്കെടുത്തവരാ, നമ്മൾ എത്രയോ അവിടുത്തെ നേർച്ചച്ചോറ് നമ്മൾ കഴിച്ചവരാ. ഞാൻ പറയാ, മോനെ, നിസ്കരിക്കാതെ എത്ര ആണ്ട് നേർച്ച നടത്തിയിട്ട് കാര്യമില്ല. കാരണം എന്തേ, ആ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കന്മാര്, മഹാരഥന്മാര്, സൂഫിയാക്കള്, അവരെന്റെ പ്രിയപ്പെട്ടവരെ 5 വഖത്ത് നിസ്കാരം കൃത്യമായി നമസ്കരിച്ചവരാ, അവരെന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്തവരാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കഴുകുമരം കണ്ടപ്പോ അല്ലാഹുവേ തൂക്കിലേറ്റാൻ പോയപ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഒരു മഹാനാകുന്ന സഹാബിയുടെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പഠിക്കാൻ പോവാ, അല്ലെ? കാലിൽ ചെറിയൊരു കുഴിനകം വരുമ്പോ പള്ളിയിലേക്ക് പോകാൻ മടിക്കണവര്, കാലിൽ ചെറിയൊരു വേദന വരുമ്പോ പള്ളിയിലേക്ക് പോകാൻ മടിക്കുന്നവര്, ഞാൻ ഈ പറയുന്ന ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം. അല്ലാഹുവേ, നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഇപ്പോ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരിക, റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരിക. ഈ റമളാൻ മാസത്തിന്റെ പിറ കാണുമ്പോ നമ്മുടെ നാട്ടിൽ ചില
വാപ്പമാരുണ്ട്, നമ്മുടെ സഹദി ഉസ്താദിനെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ എന്റെ മുട്ടിൽ ചെറിയൊരു കുരു വന്നു ഉസ്താദേ, ഇരുന്ന് നിസ്കരിക്കാൻ വലിയ മസാല ഉണ്ട് ഉസ്താദേ. എന്താ പറയണേ? ഉസ്താദേ എന്റെ കാലിൽ ചെറിയൊരു കൊതുക് കുത്തി ഉസ്താദേ, ഇരുന്ന് നിസ്കരിക്കാൻ വലിയ മസാല ഉണ്ട് ഉസ്താദേ എന്ന് ചോദിക്കണ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ പറയാ, നമ്മുടെ എത്രയോ ഉമ്മമാരാ അല്ലാഹുവേ, എല്ലായിടത്തും തന്നാനായിട്ട് നമ്മുടെ ഉമ്മമാർക്ക് സമയമുണ്ട്. പക്ഷെ റമളാൻ മാസത്തില് ചില ഉമ്മമാരുണ്ട് കസേര ഇട്ട് നിസ്കരിക്കും. ഓർക്ക് കസേര ഇടാതെ നിസ്കരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കാം. ഞാൻ പറയാ, ഉഡായിപ്പ് എന്തിന് കാണിച്ചാലും നിസ്കാരത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം അത് അള്ളാന്റെ മുമ്പിൽ ചെയ്യണ സുജൂദ, അത് അള്ളാന്റെ മുമ്പിൽ ചെയ്യണ സുജൂദ. പള്ളിയിലെ ഉസ്താദിനെ നമുക്ക് പുഷ്പം പോലെ പറ്റിക്കാം, കമ്മറ്റിക്കാരെ നമുക്ക് പറ്റിക്കാം, നാട്ടുകാരെ നമുക്ക് പറ്റിക്കാം. പക്ഷേ അള്ളാഹുവിനെ നമുക്ക് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ പറ്റിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഒന്നാമത്തെ സഫില് പകുതി മുഴുവൻ ഒരു സോഫ ഇട്ട് കൊടുത്തിരിക്കുക. കമ്മറ്റിക്കാർ ഒരു സോഫ ഇട്ട് കൊടുത്തിരിക്കുക. ഞാൻ അവിടുത്തെ മോദി ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉസ്താദെ ഒന്നാമത്തെ സഫിൽ ഇങ്ങനെ ഒരു സോഫ തന്നെ ഇട്ട് കൊടുക്കാൻ കാരണം? ഇവിടെ 80% ആളുകൾ ഉഡായിപ്പ ഉസ്താദെ, ഇരുന്ന് നിസ്കരിക്കണ ചങ്ങാതിമാരെ ഉസ്താദെ. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുന്ന് നിസ്കരിക്കുന്നതിൽ 80% ഒറിജിനൽ ആയിരിക്കും, അസുഖമായിരിക്കും, കാലും മടങ്ങാത്തവരായിരിക്കും, വേദനയുള്ളവരായിരിക്കും. ഒരു 20% ഇപ്പോഴും തട്ടിപ്പ് കാണിച്ച് നിസ്കരിക്കണവരുണ്ട്. ഓറിന്റെ മുമ്പിൽ, ഈ മുട്ടുമടങ്ങാത്ത ചങ്ങാതിയുടെ മുമ്പിൽ ഒരു 2000-ന്റെ നോട്ട് ഇട്ട് കൊടുത്തവൻ കുനിഞ്ഞെടുക്കൂലേ? എടുക്കും. മുട്ടുമടങ്ങാത്ത താത്താന്റെ മുമ്പിൽ ഒരു സ്വർണത്തിന്റെ മോതിരം താഴത്തേക്ക് ഇട്ടുകൊടുത്ത നക്കിയെടുത്തോണ്ട് പോകും. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും മടിയാ. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, റമളാനിലും മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്, റമളാനിലും മാത്രമല്ല പള്ളിയിൽ കയറേണ്ടത്. നിങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നിങ്ങൾ പള്ളിക്കകത്ത് കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങളൊന്ന് പടച്ചവനോട് ദുആ ചെയ്ത് നോക്ക്. ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. നിങ്ങൾ സങ്കടപ്പെടരുതേ, നിങ്ങൾ വിഷമിക്കരുതേ, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ യാതനകൾക്കും, എല്ലാ വേദനകൾക്കും ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോ, കടങ്ങളുള്ളവര്, മക്കളില്ലാത്തവര്, പെണ്ണ് കിട്ടാത്തവര്, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവരോട് ദുആ ചെയ്യും, അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാ. ഞാന് എന്റെ ഒരു കൂട്ടുകാരന്റെ വാപ്പ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, വെന്റിലേറ്ററില്ല. ഞാൻ അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ മകനുമായി ഞാൻ എന്ത് ചെയ്തു, അടുത്തുള്ള പള്ളിയിലേക്ക് പോവാ, വണ്ടിയിൽ ഇങ്ങനെ പോവാ. ഇങ്ങനെ വണ്ടി കൊണ്ടു ചെന്ന് പള്ളിയുടെ മുമ്പിൽ നിർത്തിയപ്പോ ഈ വെന്റിലേറ്ററിൽ കിടക്കണ വാപ്പയുടെ പൊന്നുമോൻ ഈ കാറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല. ഞാൻ ചോദിച്ചു, എടാ നീ പള്ളിയിലോട്ട് വരണില്ലേ? എനിക്ക് പറ്റണില്ല ഉസ്താദെ, എനിക്ക് പള്ളിയിലേക്ക് കയറാൻ തോന്നണില്ല ഉസ്താദെ. ഉസ്താദ് പോയി നിസ്കരിച്ചിട്ട് വന്നു പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. സ്വാഭാവികമായിട്ട് ഞാൻ ഓന്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു, പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി. പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയിട്ട് നിർബന്ധിച്ചു ഉദുവെടുപ്പിച്ചു. അവൻ എന്നിട്ടും പള്ളി കയറല. ശൈത്താൻ ഓനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാ. ഞാൻ പിന്നെ ഓനെ വലിച്ചു പള്ളിക്കകത്തോട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചതിന് ശേഷം ഓൻ എന്റെ കൈ പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ ഇത്രയും ദിവസം എന്റെ മനസ്സ് മുഴുവനും കാഠിന്യമായിരുന്നു ഉസ്താദേ. ഞാനൊന്ന് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോ എന്റെ ഹൃദയത്തിലേക്ക് വിശാലത കടന്നു വന്നു ഉസ്താദേ. അതാ ഇബാദത്ത് എന്ന് പറയണേ, അതാ നിസ്കാരം എന്ന് പറയണേ. ഔലിയാക്കന്മാര് കൃത്യമായി നിസ്കരിച്ചവരാ, അവർ ഇബാദത്ത് ചെയ്തവരാ. അവരുടെ കറാമത്തുകളിൽ ഏറ്റവും വലിയ കറാമത്ത് എന്റെ അഭിപ്രായത്തിൽ നിസ്കാരം തന്നെ. അല്ലാഹുവേ അത് നിലനിർത്താൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. അത് 5 വഖത്ത് കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ പറയാ, ഇവിടെ കോടിക്കണക്കാന കടമുള്ളവരുണ്ടാകും, ഉണ്ടാകൂലേ? ഉണ്ടാകും. ലക്ഷക്കണക്കാന കടമുള്ളവരുണ്ടാകും, ഉണ്ടാകൂലേ? ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ ഉസ്താദേ, എനിക്കൊരു 5000 രൂപയ്ക്ക് മുകളിൽ കടമുണ്ട് ഉസ്താദേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എന്ന് കൈവക്കും.
സാറേ എനിക്കൊരു 5000 രൂപയുടെ മുകളിൽ കടമുണ്ട് സാറേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവയ്ക്കും. ആരുമില്ല, നിങ്ങൾക്ക് ആർക്കും കടമില്ലാത്തവരെ അല്ലാഹുവേ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൈവക്കാത്തതെന്നറിയും ഉസ്താദെ, പൊക്കിയവൻ പിടിക്കൂ ഉസ്താദെ, മഹിമ നൽകുമാറാവട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയണത് നിസ്കാരത്തിന്റെ പവിത്രതയെ പറ്റി പറയണ ഒരു മനോഹരമാകുന്ന ചരിത്രമാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമാ. പഠിച്ചോ? കഴുകുമരം കണ്ടപ്പോ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറയുന്ന ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വേദനിപ്പിക്കുന്ന ചരിത്രമാ. പഠിച്ചോ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതാ പറഞ്ഞല്ലോ, ഔലിയാക്കളുടെ മഹത്വം ഏതാ, അവരുടെ പ്രത്യേകത ഏതാ, അവരുടെ കറാമത്ത് ഏതാ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു അതാ പറയുകയാ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അല്ലാഹുവിന്റെ ഖുർആൻ അതാ പറയുകയാ, അവരതാ നമസ്കരിക്കുന്നവരാ, ഇബാദത്ത് ചെയ്യുന്നവരാ, സുജൂദ് ചെയ്യുന്നവരാ. ഹുബൈബ് തങ്ങളെ വേദനിപ്പിക്കുന്ന ചരിത്രമാ, ഹുബൈബ് തങ്ങളെ കരയിപ്പിക്കുന്ന ചരിത്രമാ, ഹുബൈബ് തങ്ങളെ ഗുണപാഠമുള്ള ചരിത്രമാ. നാദാ നിറഞ്ഞിരിക്കുന്ന 100 കണക്കാന പാവങ്ങൾക്കു പഠിക്കാനുള്ള സൗഭാഗ്യങ്ങള് കൊടുക്കണേ അല്ലാ, കബൂലാക്കണ അല്ലാ. ഹുബൈബ് തങ്ങളാരാ? ഹുബൈബ് തങ്ങളുടെ ജീവിതം എങ്ങനാ? ഹുബൈബ് തങ്ങളുടെ ചരിത്രം എങ്ങനാ? ആദരവാകുന്ന പ്രവാചകനതാ കടന്നു വരികയാ, ആദരവാകുന്ന പ്രവാചകനതാ കടന്നു വരികയാ, ലോകത്തിന്റെ പ്രവാചകനതാ കടന്നു വരികയാ. ഏക ഇലാഹായ തൗഹീദിന്റെ വചനമുണ്ടല്ലോ, റസൂലുള്ളാഹിയതാ ഇസ്ലാമിന്റെ ആദർശമതാ കൊണ്ടുവരികയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ആദരവാകുന്ന പ്രവാചകനതാ ഇസ്ലാമിന്റെ ആദർശം കൊണ്ടുവരുമ്പോ പലരും അതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, പലരും അതാ മുസ്ലിമാകുകയാ. ആ സമയത്തതാ ഖത്താബിന്റെ മകനാകുന്ന ഉമറുണ്ടല്ലോ, ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് പറയുകയാ, ആരതാ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ, ആരതാ മുസ്ലിമായാൽ ഈ ഉമറുണ്ടല്ലോ മുസ്ലിമാകൂല, ഇസ്ലാമിലേക്ക് കടന്നു വരൂല. ഊരി പിടിച്ച കടാരി എടുത്തുകൊണ്ട് പറയുകയാ, കുതിരപ്പുറത്തേക്ക് കയറിയിരുന്നിട്ട് മക്കയുടെ തെരുവോരത്തിലൂടെ ഖത്താബിന്റെ മകനാകുന്ന ഉമർ ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് പറയുകയാ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ അവന്റെ തലയുണ്ടല്ലോ ഉമറതാ അറുക്കുന്നതാ, മുറിക്കുന്നതാ. എല്ലാവരും അതാ പേടിക്കുകയാ, എല്ലാവരും അതാ വിറങ്ങലിക്കുകയാ. അവസാനമതാ പടച്ചവനെ ഹംസ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ ഉമറതാ വിറങ്ങലിക്കുകയാ, ഉമറതാ ദേഷ്യപ്പെടുകയാ. ആ സമയത്ത് ഉമറിന്റെ ചാരത്തേക്ക് ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് പറയുകയാ, ഉമറേ നിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നുപോയല്ലോ. ഉമറതാ വിറങ്ങലിക്കുകയാ, ഊരി പിടിച്ച വാളെടുത്തുകൊണ്ട് പെങ്ങളാകുന്ന ഫാത്തിമയുടെ ചാരത്തേക്ക് ഉമറതാ കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വിറങ്ങലിക്കുകയാ, ഫാത്തിമയതാ പേടിക്കുകയാ. ഫാത്തിമ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാ, ഖുർആൻ ഓതുകയാ, ത്വഹ എന്ന് പറയുന്ന ഖുർആനിന്റെ ആയത്തുകള് ഫാത്തിമയതാ ഓതുമ്പോ ഉമറതാ വീട്ടിലേക്ക് കടന്നു വരികയാ. വീടിന്റെ വാതിലതാ പൊളിക്കുകയാ, ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മുസ്ലിമായോ, മുസ്ലിമായോ? പടച്ചവനെ ഫാത്തിമയതാ പറയുകയാ, ഉമറിന്റെ മുഖത്തേക്ക് ധീരതയോടെ നോക്കിയിട്ട് ഉമറിന്റെ പെങ്ങളാകുന്ന ഫാത്തിമയുണ്ടല്ലോ ധീരതയോടുകൂടി എന്റെ പ്രിയമുള്ളവര് പടച്ചവനെ പ്രഖ്യാപിക്കുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതാ പറയുകയാ. പടച്ചവനെ ഉമറതാ അടിക്കുകയാ. ഉമർ ഊരി പിടിച്ച കടാരയെടുത്തിട്ട് ഫാത്തിമ എന്ന പ്രിയമുള്ളവരെ തല്ലുകയാ. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന്
ചോരയുണ്ടല്ലോ കടന്നു വരികയാ. പടച്ചവനെ ഫാത്തിമയതാ കരയുമ്പോ ഉമറിന്റെ മനസ്സിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഈമാനിന്റെ കണികയുണ്ടല്ലോ കൊടുക്കുകയാ, ഇടുകയാ. ഉമറതാ അടി നിർത്തുകയാ. എന്നിട്ടതാ ചോദിക്കുകയാ, ഫാത്തിമ നീ ഓതിയ ഖുർആനുണ്ടല്ലോ എനിക്കൊന്ന് ഓതി തരുമോ, എനിക്കൊന്ന് പാരായണം ചെയ്തു തരുമോ? എന്റെ കയ്യിലേക്ക് ആ ഖുർആനുണ്ടല്ലോ തരുമോ ഫാത്തിമ? ഫാത്തിമയതാ പറയുകയാ, ഇല്ല ഉമറേ, തരൂല ഉമറേ, ശുദ്ധിയാകാതെ തരൂല ഉമറേ. ഉമറതാ കിണറിന്റെ ചവിട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുകയാ. എന്നിട്ടതാ പടച്ചവനെ തലവടിയതാ ഒഴിക്കുകയാ. എന്നിട്ടതാ ഫാത്തിമയുടെ ചാരത്തേക്ക് ചെല്ലുകയാ. ഫാത്തിമയോട് ഉമർ തങ്ങൾ ചോദിക്കുകയാ, ഞാനതാ ശുദ്ധിയായല്ലോ, ഖുർആനൊന്ന് ഓതി തരുമോ, ഖുർആനൊന്ന് കയ്യിലേക്ക് തരുമോ? ഫാത്തിമ ഖുർആനിന്റെ വചനങ്ങള് പടച്ചവനെ ഓതി കൊടുക്കുമ്പോ ഉമറതാ കരയുകയാ. ഉമറതാ വിറങ്ങലിക്കുകയാ. നാദാ ഉമറതാ ഫാത്തിമയോട് ചോദിക്കുകയാ, റസൂലുള്ള എവിടെ, ഹബീബ് എവിടെ, പ്രവാചകൻ എവിടെ? ഫാത്തിമയതാ ഉമർ തങ്ങളോട് പറയുകയാ, ഇന്ന സ്ഥലത്ത് ഹബീബ് ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പ്രവാചകൻ ഇരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ഉമറതാ ഊരി പിടിച്ച കടാര പടച്ചവനെ എടുക്കുകയാ. കുതിരപ്പുറത്തേക്ക് കയറുകയാ. ഇലാ ഹദറത്ത് റസൂലില്ലാ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് അതാ കടന്നു ചെല്ലുമ്പോ സഹാബത്ത് കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഉമർ കടന്നു വരുന്നുണ്ട് നബിയേ, ഊരി പിടിച്ച വാളുമായി കടന്നു വരുന്നുണ്ട് നബിയേ, അങ്ങയുടെ തലയെടുക്കാൻ കടന്നു വരുന്നുണ്ട് നബിയേ, ഓടണം നബിയേ, ഓടണം റസൂലേ, ഓടണം പ്രവാചകരേ. ആദരവാകുന്ന പ്രവാചകനതാ തളരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പേടിക്കുന്നില്ലോ, ഭയക്കുന്നില്ലോ, പടച്ചവനെ തലകുനിക്കുന്നില്ല. റസൂലുള്ളാഹിയതാ ആവേശത്തോടെ നിൽക്കുമ്പോ ഉമറതാ കടന്നു വരികയാ. ഹംസതങ്ങളെ തടയുകയാ. ഹംസതങ്ങൾ പറയുകയാ, ഉമറേ കടന്നു പോകാൻ പാടില്ല. ആ സമയത്ത് ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, കേറി വാ ഉമറേ, ചാരത്തേക്ക് കടന്നു വാ ഉമറേ എന്നതാ പറയുമ്പോ ഉമർ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഊരിപ്പിടിച്ച കടാരി എടുക്കുകയാ. വാനലോകത്തേക്ക് വലിച്ചെറിയുകയാ. റസൂലുള്ളാഹിയുടെ കൈ പിടിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ഉമർ തങ്ങൾ കടന്നു വന്നെന്ന് ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുമ്പോ പടച്ചവരെ ലോകത്തിന്റെ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഹുബൈബ് തങ്ങളുടെ ചരിത്രമാ പറയുന്നത്. ഹുബൈബ് തങ്ങളതാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഹുബൈബ് തങ്ങൾ റസൂലുള്ളാഹിയെ ഇഷ്ടപ്പെടുകയാ, റസൂലുള്ളാഹിയെ പ്രണയിക്കുകയാ. ജീവിതത്തില് ഏറ്റവും കൂടുതൽ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഉസ്താദന്മാരെക്കാൾ, കുടുംബത്തെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടതാരെയാ, ഇഷ്ടപ്പെടേണ്ടതാരെയാ? ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന്റെ പ്രവാചകനെയുണ്ടല്ലോ ഹുബൈബ് തങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോ ശത്രുക്കളതാ വിറങ്ങലിക്കുകയാ. അവരതാ ഹുബൈബിനെ പിടിക്കുകയാ, ഹുബൈബിനെ കൊണ്ടുവരികയാ. ഹുബൈബിനോട് പറയുകയാ, ഹുബൈബേ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുമോ? എന്നാൽ നിന്നെ അതാ വെറുതെ വിടാ, വെറുതെ വിടാ.
ഹുബൈബ് തങ്ങൾ പറയുകയാ, ഇല്ല ഇല്ല, ലോകത്തിന്റെ പ്രവാചകനാകുന്ന റസൂലുള്ളയോടുള്ള മുഹബ്ബത്തുണ്ടല്ലോ, കടന്നു പോകൂല. ഇഷ്ടമുണ്ടല്ലോ, കടന്നു പോകൂല. ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരില്ല. ശത്രുക്കളതാ തീരുമാനിക്കുകയാ, ഹുബൈബിനെ കൊല്ലണമല്ലോ, ഹുബൈബിനെ തൂക്കിലേറ്റണമല്ലോ എന്നതാ തീരുമാനിക്കുമ്പോ സഹാബത്തിന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, യാ റസൂലല്ലാഹ്, ഹുബൈബിനെ തൂക്കിലേറ്റാൻ സമയമായല്ലോ, ദിവസമായല്ലോ. റസൂലുള്ള കരയുകയാ, റസൂലുള്ള ഏങ്ങലടിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചിരുന്നു. ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റാൻ പോകുകയാ. പടച്ചവനെ, ദിവസമതാ കടന്നു വരികയാ. ഹുബൈബ് തങ്ങളെ തൂക്കുമരത്തിന്റെ ചവിട്ടിലേക്ക്, കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ടതാ ശത്രുക്കൾ ചോദിക്കുകയാ, ഹുബൈബേ, നിനക്ക് തിരിച്ചു പോകണോ, കുടുംബത്തിന്റെ ചാരത്തേക്ക് തിരിച്ചു പോകണോ എന്നതാ ഹുബൈബിനോട് ശത്രുക്കളതാ ചോദിക്കുകയാ. എന്നിട്ടതാ പറയുകയാ, നിനക്കതാ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നീ നിൽക്കുന്ന സ്ഥാനത്ത് കഴുകുമരത്തിന്റെ ചവിട്ടില് ലോകത്തിന്റെ പ്രവാചകനാകുന്ന റസൂലുള്ളയാണെന്ന് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരുതി കഴിഞ്ഞാൽ വെറുതെ വിടാ. പടച്ചവരെ, ഹുബൈബ് തങ്ങൾ കരയുകയാ, ഇല്ല ഇല്ല, ഒരിക്കലുമില്ലോ. റസൂലുള്ളയുടെ കാലില് ഒരു മുള്ളു പോലും തറക്കുന്നത് താങ്ങാൻ കഴിയൂല. പടച്ചവരെ, ഹുബൈബ് തങ്ങൾ പറയുമ്പോ ശത്രുക്കളതാ അടിക്കുകയാ. ശത്രുക്കളതാ പറയുകയാ, ഹുബൈബിനെ അതാ തൂക്കിലേറ്റുക, കഴുകുമരത്തിലേക്ക് കയറ്റുക. ഹുബൈബ് തങ്ങളെ അതാ കൊണ്ടുവരികയാ. സദ്ദാം ഹുസൈന് കടന്നു വന്നതുപോലെ ഹുബൈബ് തങ്ങള് ഈമാനോടെ മുഖം പ്രകാശിച്ചുകൊണ്ട് കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കടന്നു വരികയാ. ഹുബൈബ് തങ്ങളോട് ശത്രുക്കൾ ചോദിക്കുകയാ, ഹുബൈബേ, അവസാനമായി ആഗ്രഹമുണ്ടോ? അവസാനമായി അഭിലാഷമുണ്ടോ? അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഹുബൈബ് തങ്ങൾ പറയുകയാ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ, സുജൂദ് ചെയ്യണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ. ശത്രുക്കളതാ ചിരിക്കുകയാ, മോനെ, എത്രത്തോളം സുജൂദ് ചെയ്താൽ അല്ലാഹു രക്ഷിക്കൂല, പരിഗണിക്കൂല. നിന്നെയതാ, നിനക്കതാ ജീവിതമുണ്ടല്ലോ, തിരിച്ചു തരൂല. ഹുബൈബ് തങ്ങൾ വാശി പിടിക്കുകയാ. കഴുകുമരത്തിന്റെ ചവിട്ടിൽ നിന്ന് ഹുബൈബ് തങ്ങൾ വാശി പിടിക്കുകയാ, എനിക്കതാ 2 റക്അത്ത് നമസ്കരിക്കണമല്ലോ, എനിക്കതിന് അനുവാദം തരണമല്ലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് തങ്ങൾക്ക് പടച്ചവനെ ശത്രുക്കൾ അവസരം കൊടുക്കുമ്പോ ഹുബൈബ് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കിബിലക്കതാ മുന്നിടുകയാ. എന്നിട്ടതാ നിസ്കരിക്കുകയാ. പെട്ടെന്നതാ സലാം വീട്ടുകയാ. സലാം വീട്ടിയതിന് ശേഷമുണ്ടല്ലോ ഹുബൈബ് തങ്ങള് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. ആ സമയത്ത് ഹുബൈബ് തങ്ങള് കരയുകയാ, നിലവിളിക്കുകയാ. ആ സമയത്ത് മലക്കുകളതാ കടന്നു വരികയാ. ഹുബൈബ് തങ്ങളോട് മലക്കുകള് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, എന്തിനാ ഹുബൈബേ നീ കരയുന്നതെന്തിനോ? സങ്കടപ്പെടുന്നതെന്തിനോ? നൊമ്പരപ്പെടുന്നതെന്തിനാ? കരയാൻ പാടില്ല, നൊമ്പരപ്പെടാൻ പാടില്ല. ഹുബൈബ് തങ്ങളോട് മലക്കുകൾ പറയുകയാ, നിനക്ക് സ്വർഗമുണ്ടോ? നിനക്ക് സ്വർഗത്തിന്റെ അവകാശിയാണോ? എന്നാ കഴുകുമരത്തിന്റെ ചവിട്ടിൽ വെച്ചു മലക്കുകൾ അതാ പറയുമ്പോ ഹുബൈബ് തങ്ങള് അൽഹംദുലില്ലാഹ് സന്തോഷിക്കുകയാ, ആനന്ദിക്കുകയാ. ഹുബൈബ് തങ്ങളെ പടച്ചവനെ തൂക്കിലേറ്റുകയാ. സഹാബത്ത് കടന്നു വരികയാ. റസൂലുള്ളയോട് പറയുകയാ, ഹുബൈബ് തങ്ങളെ ശത്രുക്കളുണ്ടല്ലോ, തൂക്കിലേറ്റ് നബിയേ. റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുകയാ, ആരാ
ഹുബൈബിനെ കൊണ്ടുവരുന്നതാരോ ശത്രുക്കളുടെ തടവറയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ എന്റെ ചാരത്തേക്ക് കൊണ്ടുവരുന്നതാരാ? എനിക്കെന്റെ ഹുബൈബിനെ കാണണമല്ലോ, എനിക്കെന്റെ ഹുബൈബിന് വേണ്ടി ദുആ ചെയ്യണമല്ലോ. ആ സമയത്തതാ ഒരാളിങ്ങനെ എണ്ണീച്ചു നിൽക്കുകയാ. ഒരു സഹാബിയതാ പറയുകയാ, ഞാൻ കൊണ്ടുവരാ നബിയേ, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, ഹുബൈബിന്റെ മയ്യത്തുണ്ടല്ലോ, ഞാനതാ കൊണ്ടുവരാം റസൂലേ. സഹാബിയതാ കടന്നു പോകുകയാ. കഴുകുമരത്തിന്റെ ചവിട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കാണാനില്ല. കഴുകുമരത്തിലുള്ള ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കാണാനില്ല. സഹാബിയതാ ഓടി വരികയാ. ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, കഴുകുമരത്തിലു കാണാനില്ല നബിയേ, കാണാനില്ല നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പുഞ്ചിരിക്കുകയാ. ഇത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുന്നത് കാണുമ്പോ സഹാബത്തതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്തിനാണ് ചിരിക്കുന്നത് നബിയേ? അങ്ങല്ലേ കരഞ്ഞത് നബിയേ? ഈ സമയത്ത് അങ്ങെന്തിനാ പുഞ്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറയുകയാ, ഹുബൈബിന്റെ ജനാസയുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സഹാബാ എന്നതാ ചരിത്രം പറയുമ്പോ കഴുകുമരത്തിന്റെ ചവിട്ടില് ഹുബൈബ് തങ്ങളെന്റെ പ്രിയമുള്ളവരെ രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്ന് ചരിത്രമതാ പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ആരെങ്കിലും ഒരാൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ ആദരിക്കുന്നുണ്ടെങ്കിൽ, അവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒന്നാമതായിട്ട് കൊണ്ടുവരേണ്ട ഗുണപാഠമേതാ? അസ്വലാ, നിസ്കാരമാണെന്ന് പണ്ഡിതന്മാര് പറയുമ്പോ ഇവിടെ നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാ, എത്രയോ ആണ്ട് നേർച്ചകൾക്ക് ഞാനും നിങ്ങളും പങ്കെടുത്തവരാ, എത്രയോ ഉറൂസുകൾക്ക് ഞാൻ എന്റെ പ്രിയമുള്ളവരെ വഅദ് പറഞ്ഞതാ. നിസ്കരിക്കാതെ എത്ര വഅദ് പറഞ്ഞാലും കാര്യമില്ല, നിസ്കരിക്കാതെ എത്ര ഉറൂസ് നടത്തിയാലും കാര്യമില്ല, നിസ്കരിക്കാതെ എത്ര ഔലിയാക്കളെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറയുകയാ, എത്ര വലിയ ബുറുദ് നടത്തിയാലോ, എത്ര വലിയ വഅദ് നടത്തിയാലോ, എത്ര വലിയ ആണ്ട് നേർച്ച നടത്തിയാലോ, എത്ര വലിയ ചോറ് കൊടുത്താലോ, എത്ര വലിയ സ്വലാത്ത് ചൊല്ലിയാലോ മതിയാകൂല, മതിയാകൂല. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ഔലിയാക്കള് പാതിരാത്രിയിൽ പോലും നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവരാണെന്ന് പറയുമ്പോ നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരെ, അവരെ ആദരിക്കുന്നവരെ, അവരെ ബഹുമാനിക്കുന്നവരെ ആദ്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഗുണപാഠം മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു, മുത്തുനബി പറയുന്നു, ഗസാലി ഇമാം അടക്കമുള്ളവര് പറയുന്നു, അവരുടെ ജീവിതത്തിലെ നിസ്കാരം ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ പിൻപറ്റുന്നവരാ. അല്ലാഹു സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നാളെ തൊട്ട് നമുക്കൊരു ബോധം വേണം. മടവൂരും അല്ലെ, എനിക്ക് തോന്നുന്നു മാലിക് ദീനാറിലൊന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകൂല, ഉള്ളാളത്തും അത്രയും പ്രശ്നമൊന്നും ഉണ്ടാകൂല. കേരളത്തിലേക്ക് കടന്നു പോകുമ്പോൾ മക്കാമിന്റെ ചാരത്തിരിക്കുമ്പോൾ മുറുക്കാൻ ചവക്കണത് കേരളത്തിന്റെ സ്റ്റൈലാ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭീമാ പള്ളി പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അതിൽ ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇപ്പൊ ഏത് സാധനത്തിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത അല്ലേ?
ഇപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നവരാ അല്ലെ, ആ സോപ്പിൽ തന്നെ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതാ പറയണേ, എന്ത് കാര്യത്തിലും ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മൾ ഈ ഭീമാപ്പള്ളിയിലും മടവൂരും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ പല മക്കാമുകളിലൊക്കെ പോകുമ്പോ ആ മക്കാമിന്റെ ചാരത്ത് ചില ആളുകൾ ഇങ്ങനെ പട്ടൊക്കെ വിരിച്ച് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ നടക്കും. അതിൽ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനലിനെ തിരിച്ചറിയണമെങ്കിൽ എങ്ങനെ അറിയാ? പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ അവർ നിസ്കരിക്കാൻ കയറുന്നുണ്ടാകും. ഡ്യൂപ്ലിക്കേറ്റിന് എങ്ങനെ അറിയാ? പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ അവർ ആ സമയത്തും മുറുക്കാൻ ഇങ്ങനെ വായിലിട്ട് ചവച്ച് 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 പള്ളിയുടെ മുറ്റത്തും സ്റ്റെപ്പിലും അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഇടുന്ന ചില ചങ്ങാതിമാർ. അല്ലാഹു കതിരിച്ചിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയാ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരെ ആദ്യമായി നമ്മൾ പിൻപറ്റേണ്ടത് എന്താ? അവരുടെ ജീവിതത്തിൽ നിസ്കാരം അവരെ നിലനിർത്തിയവരാ. അത് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ നിലനിർത്താൻ കഴിയണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട് കയ്യിൽ ഒരു 5 മോതിരവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കയ്യിൽ ഒരു 5 മോതിരവും വായിൽ മുറുക്കാനും ഒരു പട്ടു ഇട്ടാൽ അവരാണ് ഔലിയ എന്നാണ് നമ്മുടെ വിചാരം. ഒരിക്കലുമല്ല. സ്നേഹത്തോടു കൂടി പറയാ, കയ്യിലൊരു 3 വലിയ വെള്ളിയുടെ മോതിരം കാണുമ്പോൾ അവർ ഔലിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു ഇസ്ലാമും പറയണില്ല കയ്യിൽ 5 മോതിരം ഇടാൻ, 6 മോതിരം ഇടാനൊന്നും ഇസ്ലാമും പറയണില്ല. അതുകൊണ്ട് സ്നേഹത്തിൽ പറയാ, അവരുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കറാമത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കടങ്ങളുള്ളവർ അള്ളാഹുവിന്റെ പള്ളിയിൽ കയറി നിസ്കരിച്ചു നോക്ക്, എന്നും എന്റെ പ്രിയപ്പെട്ടവരെ സമാധാനം ഉണ്ടാകും. ഞാൻ പറയാ, ഈ നിസ്കരിക്കുന്നവൻ എപ്പോഴൊരു ചിന്തയുണ്ടാകും. എന്താ ചിന്ത ഉണ്ടാകുക? അള്ളാഹു എന്റെ കൂടെ ഉണ്ട് അല്ലെ, അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തയുള്ളവര് മാത്രമേ എന്തുണ്ടാകൂ? 5 വഖത്ത് നിസ്കാരം ഉണ്ടാവൂ. അതിന് ഒരു 6 മാസം മുമ്പ്, 6 മാസമല്ല, ഒരു 8-9 മാസം മുമ്പ് നമ്മുടെ മരിച്ചുപോയ നൗഷാദ് ഹാജി ഉണ്ട്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മാതാവിന്റെ നാടാണുണ്ട്, നാട് ഞാൻ മറന്നുപോയി. ആ നാട്ടിൽ ഞാൻ സൂറൽപ്പടിയാന്ന് എനിക്ക് തോന്നുന്നത്. ആ നാട്ടിൽ ഇങ്ങനെ വഴന്നു പറയാൻ പോയപ്പോ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഒരു വീട്ടില് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് 4 പേര് എനിക്ക് ചുറ്റും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. 4 ഒരു പ്രായമുള്ള, ഏകദേശം പ്രായമുള്ളവരാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലൊരാൾ ചെറുപ്പക്കാരനാ. 3 പേരുടെ മുഖത്ത് ഭയങ്കര സങ്കടം, ഒരുത്തന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരി. ഒരുത്തൻ എന്നെ കാണുമ്പോ ഇങ്ങനെ ചിരിക്ക, ഭയങ്കര ചിരി. ഞാനിങ്ങനെ ഈ 3 പേരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വല്ലാത്ത ടെൻഷൻ, നിങ്ങളുടെ മുഖത്ത് എന്താ വല്ലാത്ത സങ്കടം? ഒരു പറയൂ ഉസ്താദേ, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ബിസിനസ് തുടങ്ങി ഉസ്താദേ, അത് പൊട്ടിപ്പോയി ഉസ്താദേ, 3.5 കോടി രൂപ നഷ്ടമുണ്ട് ഉസ്താദേ, ഒരാൾക്ക് 3.5 കോടി രൂപ വീതം നഷ്ടമുണ്ട് ഉസ്താദേ. അങ്ങനെ ഞാൻ ആ 3 പേരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ക്ഷമിക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹു തരുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ 4ാമത്തവരോട് ചോദിച്ചു, എടാ നിന്റെ മുഖത്ത് എന്താ വല്ലാത്ത പുഞ്ചിരി, നീ എപ്പോഴും വല്ലാത്ത പ്രകാശത്തോടെയാണ് ഇരിക്കുന്നത്, നിനക്ക് കടങ്ങളും സങ്കടങ്ങളൊന്നും ഇല്ലേ? ഓ പെട്ടെന്ന് എന്റെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് പറയും, ഉസ്താദേ ഇവരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദേ, ഈ 3 പേരുടെ തലവൻ ഞാനാ ഉസ്താദേ. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല ഉസ്താദേ, ഈ 3 പേരെ ബിസിനസ് തുടങ്ങാൻ കൊണ്ടുവന്നത് ഞാനാ ഉസ്താദേ, അവർക്ക് 3.5 കോടി രൂപ കടമുള്ളൂ, എനിക്ക് 8.5 കോടി രൂപ ഉസ്താദേ കടം. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ ചോദിച്ചു, എടാ ഈ 3.5 കോടിയുള്ള ഈ 3 പേർക്ക് ഭയങ്കര ടെൻഷൻ, ഈ 7-8 കോടി 8.5 കോടിയുള്ള നിനക്ക് സങ്കടമൊന്നും ഇല്ലേ? ഉസ്താദേ അല്ലാഹു എന്റെ കൂടെ ഉണ്ട്. 5 വഖത്ത് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് ഉസ്താദേ, അത് മതി എനിക്ക്, എന്റെ കടങ്ങൾ തീരാനുള്ള മാർഗം അള്ളാഹു എനിക്ക് തുറന്നു തരുമെന്ന് നിങ്ങളുടെ കർണാടകക്കാരനാകുന്ന ഒരു ചെറുപ്പക്കാരൻ പറയുമ്പോ ഞാൻ പറയാ, നിസ്കരിച്ചോ, എന്നിട്ട് ഔലിയാക്കളെ സ്നേഹിച്ചോ, എന്നാൽ അവരുടെ ഗുരുത്വവും പൊരുത്തവും മദദും ഹിർസും ഹിമായത്തും തണലും അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തരുന്നതാ അള്ളാഹുവേ. അതുകൊണ്ട് പറയാ, ഔലിയാക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമാണ് നിസ്കാരം എന്ന് പറയണേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഇപ്പോ മടവൂരൊക്കെ നമ്മൾ സിയാറത്തിന് പോകും അല്ലെ, മാലിക് ദീനാർ നമ്മൾ എന്ത് ചെയ്യും? സിയാറത്തിന് പോകും. അല്ലെങ്കിൽ നമ്മൾ കുഞ്ചിലയിലും അല്ലെങ്കിൽ നമ്മൾ കൊടകിലും എരുമാടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സിയാറത്തിന് പോകും. സിയാറത്തിന് പോകുമ്പോ മിക്ക ആളുകളും ചെയ്യുന്നൊരു പരിപാടി എന്ത് ചെയ്യും? നിസ്കരിക്കാതെ പോവാ, നിസ്കരിക്കാതെ മക്കാമിന്റെ ജാരത്ത് വിട്ട് ദുആ ചെയ്യാ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. മോനെ നിസ്കരിക്കാതെ ഏത് കഅബയുടെ
കില്ല പിടിച്ചാലും അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കില്ല. നിസ്കരിക്കാതെ ഏത് മക്കാമിന്റെ ചാരത്ത് പോയി ദുആ ചെയ്താലും അള്ളാഹു എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കില്ല. അതുകൊണ്ട് പറയാ, അതുകൊണ്ട് സ്നേഹത്തോടു കൂടി പറയാ, ഔലിയാക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഗുണപാഠം എന്ന് പറയുന്നത് നിസ്കാരമാണ്. അത് നമ്മൾ നിലനിർത്താൻ പഠിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നേതാ നിസ്കാരമാ. നിസ്കരിക്കൂലേ? അല്ലാഹു നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു അതാ പറയുകയാ, ഔലിയാക്കന്മാരുടെ മഹത്വം ഏതാ, അവരുടെ രണ്ടാമത്തെ പവിത്രത ഏതാ, അവരുടെ രണ്ടാമത്തെ മദത് ഏതാ, അവരുടെ രണ്ടാമത്തെ ഫളീലത്ത് ഏതാ. ആദരവാകുന്ന പ്രവാചകനതാ ഖുർആനിലൂടെ പറയുകയാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖിറ വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖി വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽക അസാമാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാര് പറയുന്നതല്ല, ആശിഖ് ദാരിമി പറയുന്നതല്ല. ഔലിയാക്കന്മാരുടെ ജീവിതത്തിലെ രണ്ടാമത്തെ മഹത്വം ഏതാ, പവിത്രത ഏതാ, അവര് ഹറാമുകൾ ചെയ്യാത്തവരാ, അവര് തിന്മകൾ ചെയ്യാത്തവരാ, അവര് കള്ളു കുടിക്കൂല, അവര് സിഗരറ്റ് വലിക്കൂല, അവര് പലിശക്ക് കൊടുക്കൂല, അവര് വ്യഭിചരിക്കൂല, അവര് തെമ്മാടിത്തരങ്ങൾ ചെയ്യൂല എന്നതാ ഖുർആൻ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന കയ്യാണല്ലോ, അല്ലാഹു തന്ന കാലാണല്ലോ, അല്ലാഹു തന്ന മൂക്കാണല്ലോ, അല്ലാഹു തന്ന ആഫിയത്താണല്ലോ, അല്ലാഹു തന്ന ദീർഘായുസാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തന്ന ചുണ്ടില് ലിഫ്റ്റിക് ഇട്ടുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ, എഴയുന്നവരാണോ, നടക്കുന്നവരാണോ? ഉസ്താദേ വ്യഭിചരിച്ചു പോയല്ലോ, ഉസ്താദേ കള്ളു കുടിച്ചു പോയല്ലോ, ഉസ്താദേ പലിശയ്ക്ക് കൊടുത്തല്ലോ, ഉസ്താദേ ലോൺ എടുത്തല്ലോ, ഉസ്താദേ ഫിനാൻസ് ഇട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനതാ പറയുകയാ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖിറ വലാ يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ഔലിയാക്കന്മാര് ഹറാമ് ചെയ്യാത്തവരാ. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നവരെ, അവരാദരിക്കുന്നവരെ, അവരെ ബഹുമാനിക്കുന്നവരെ, അവരുടെ ചാരത്ത് പോയി ദുആ ചെയ്യുന്നവരെ, അവര് തിന്മകൾ ചെയ്യാത്തവരാ, അവര് നന്മകൾ ചെയ്യുന്നവരാ. അതുകൊണ്ടതാ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഗുണപാഠം കൊണ്ടുവരേണ്ടതാ. ഉസ്താദേ, ഇനി തിന്മകൾ ചെയ്യൂല, ഞങ്ങൾ മക്കാമുകളിലേക്ക് പോകുന്നവരാ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാ, അവരെ ആദരിക്കുന്നവരാ, അവരെ ഇഷ്ടപ്പെടുന്നവരാ. അതുകൊണ്ട് തന്നെ ഒരു ഹറാം പോലും ഞാൻ ചെയ്യൂല എന്നൊരു തീരുമാനമുണ്ടല്ലോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കൊണ്ടുവരേണ്ടതാ. ഔലിയാക്കന്മാരുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണപാഠം, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, ഔലിയാക്കന്മാർ എന്ത് ചെയ്യൂല, ഹറാമ് ചെയ്യാത്തവരാ. ഔലിയാക്കന്മാര് ഹറാമ് ചെയ്യാത്തവരാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പോ ചില ആളുകളൊക്കെ ഉണ്ട്, ബാങ്കിൽ എന്ത് ചെയ്യും, ലോണിന് വേണ്ടി അപേക്ഷിക്കും, ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാലിക് ദീനാറിൽ പോയിട്ട് ഒരു 10 മുട്ടയൊക്കെ ആയിട്ട് ചെല്ലും. 10 മുട്ടയായിട്ട് എന്നിട്ട് അവിടെ മക്കാമിലിരിക്കുന്ന ഉസ്താദിനോട് പറയും, ഉസ്താദേ 10 മുട്ട ഞാൻ ഈ മക്കാമിലേക്ക് നേർച്ച നേരിയ, എനിക്ക് ഹൗസിംഗ് ലോൺ റെഡിയാകാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഈ മക്കാമിൽ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. എന്താ പറയണേ, ഉസ്താദേ എനിക്ക് ഹൗസിംഗ് ലോൺ ശരിയാകാൻ, അല്ലെങ്കിൽ എന്റെ മകന്റെ വിദ്യാഭ്യാസ ലോൺ ശരിയാകാൻ, എന്റെ ഫിനാൻസ്
ഫിനാൻസ് ശരിയാകാൻ ഉസ്താദേ ഈ മക്കാമിലേക്ക് ഞാനൊരു 10 മുട്ട നേർച്ചയാക്കും ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് മക്കാമിലേക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്തേ? അത് ഹറാമ, പലിശ ഹറാമ, ലോൺ ഹറാമ. ചില ആളുകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യും? പലിശക്ക് പൈസ എടുത്തിട്ട് വീട് പണിയും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് പണിയും. എന്നിട്ട് വീടിന്റെ അകത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് ദുആ ചെയ്യ, അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങൾ മാറ്റി തരണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ലാ എന്ന് ആ പലിശക്ക് പൈസ കൊടുത്ത് വെച്ച വീടിന്റെ അകത്ത് ഇരുന്ന് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്തേ? ആ വീട് പലിശയുമായി ബന്ധപ്പെട്ടതാ. അതിന്റെ അകത്ത് മലക്കുകൾ ഇറങ്ങില്ല. അതിന്റെ അകത്ത് ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മക്കാമിൽ വന്നിട്ട് ചില ആളുകളുണ്ട് മുട്ടയും എല്ലാം ചന്ദനത്തിരിയൊക്കെ നേർച്ച നേർന്നിട്ട് ദുആ ചെയ്യുന്നത് എന്താ? പടച്ചവനെ വീടിന്റെ പണി എത്രയും പൂർത്തിയാകാൻ വേണ്ടി ലോണ് പാസ്സാകാൻ പടച്ചവനെ അല്ലാഹു ഞങ്ങൾ നേർച്ച നേരുക. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്തേ? അവിടെ കിടക്കണ ഔലിയാക്കന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു തിന്മകൾ പോലും അവരുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാത്തവരാ. ഒരു തിന്മകൾ പോലും അവരുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്യാത്തവരാ. നന്മകൾ മാത്രം ഔലിയാക്കന്മാർ അവരുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തവരാ. നമ്മുടെ മക്കാമിലൊക്കെ കിടക്കുന്നവര് അവരുടെ ചാരത്ത് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അതബോട് കൂടി പോകണം. നമ്മുടെ ഔലിയാക്കന്മാരുടെ ചാരത്തേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നമ്മൾ അതബോട് കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകണം. ചില ആളുകളുണ്ട് തൊപ്പിയിടൂല. മക്കാമുകളിലേക്ക് പോകുമ്പോ, മാടന്നൂര് പോകുമ്പോ അല്ലെങ്കിൽ മടവൂര് പോകുമ്പോ ചില ആളുകളുണ്ട് തൊപ്പിയിടാതെ മക്കാമുകളിലേക്ക് കയറിപ്പോകും. ഉളുവെടുക്കാതെ മക്കാമുകളിലേക്ക് കയറിപ്പോണ ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല. നമ്മൾ മക്കാമുകളിലേക്ക് സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നമ്മൾ ഉളുവെടുക്കണം, തൊപ്പി വെക്കണം. നമ്മളെ കൊണ്ട് എന്തെല്ലാം അദബ് ചെയ്യാൻ പറ്റുമോ അത്ര തേക്കണം. അത്രത്തോളം ശുദ്ധിയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ മക്കാമുകളിലേക്ക് കടന്നു പോകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാന് ആലപ്പുഴ ജില്ലയില് മസ്താംപള്ളി എന്ന് പറയുന്ന പള്ളിയിൽ പഠിക്കണ സമയത്ത് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പഠിക്കാൻ പോകും, രാത്രി തിരിച്ചു വരും വീട്ടിലേക്ക്. അങ്ങനെയായിരുന്നു ആദ്യത്തെ 2 കൊല്ലം ദർസ് പഠിച്ചിരുന്നത്. ഇപ്പൊ സൈക്കിളിലാ പോണെ. അപ്പോ ഈ പള്ളിയുടെ മുറ്റത്ത് ഒരു മക്കാമുണ്ട്. ഈ പള്ളിയുടെ മസ്താംപള്ളിയുടെ മുറ്റത്ത് മസ്താനുപ്പയുടെ ഒരു മക്കാമുണ്ട്. അപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ സൈക്കിള് ചെല്ലുമ്പോ ഈ മക്കാമിന്റെ മുമ്പിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യണേ? പള്ളിയിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ. സൈക്കിൾ വെക്കണ സ്ഥലത്തേക്ക് ചവിട്ടിക്കൊണ്ടാ പോണേ. ഒരു ദിവസം എന്നെ പഠിപ്പിച്ച് ഉസ്താദ് പറഞ്ഞു, ആഷിഖേ ഒരിക്കലും സൈക്കിൾ ചവിട്ടിയിട്ട് ഈ മക്കാമിന്റെ മുമ്പിലൂടെ പോകാൻ പാടില്ല. ഞാൻ ചോദിച്ചു, അതെന്താ ഉസ്താദ് അങ്ങനെ പറയാൻ കാരണം? ഉസ്താദ് പറഞ്ഞു, എടാ ഈ ഖബറിൽ കിടക്കണ, എടാ ഈ മക്കാമിൽ കിടക്കണ മസ്താനുപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ മസ്താനുപ്പയുടെ മുമ്പിലൂടെ നീ സൈക്കിൾ ചവിട്ടുമായിരുന്നു? ഞാൻ പറഞ്ഞു ഇല്ല. എടാ അതുപോലെ തന്നെ മരിച്ചു കിടക്കുമ്പോഴും അവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇപ്പോ നമ്മളൊക്കെ മാലിക് ദിനാറിൽ പോകും, മാടന്നൂര് പോകും, ഉച്ചിലയില് പോകും, കൊടകില് പോകും, എരുമാട് പോകും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ മക്കാമിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വാഹനങ്ങൾ കൊണ്ട് നിർത്തിയിടാൻ പാടില്ല. കാരണം എന്തേ? അതൊരു അദബ് കേടാ അല്ലെ? ഇപ്പോ മാലിക് ദിനാറിൽ കിടക്കുന്ന മഹാനവറുകള് ആ പള്ളിയുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാ. ആ മക്കാമിന്റെ മുമ്പിൽ നിൽക്കുക, ആ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ അവിടെ ചെല്ല, ഞാൻ എന്റെ വണ്ടി കൊണ്ടുപോയിട്ട് മൂപ്പർ ആ മഹാന്റെ മുമ്പിലൂടെ കൊണ്ടുപോകില്ല. കാരണം എന്തേ? അദ്ദേഹത്തിന്റെ പവറും മഹത്വവും എനിക്കും നിങ്ങൾക്കും അറിയാം. അതുപോലെ തന്നെ ആ മഹാരഥന്മാർ ആ ഖബറിൽ കിടക്കുമ്പോ അവരുടെ മുമ്പിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? അതബില്ലാതെ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ പോകാൻ പാടില്ല. ചില സഹോദരിമാരുണ്ട്, ഇവിടെ ബക്കറ്റില്ല, പെണ്ണുങ്ങൾ അവിടെ ഇരിക്കണേ, പെണ്ണുങ്ങൾ അപ്പുറത്ത് മൊമ്മണ്ടിയുണ്ട്. ഉണ്ടോ? അൽഹംദുലില്ലാഹ്. കവർ ഞാനത് പെണ്ണുങ്ങൾക്ക് കവർ കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് കവർ കൊണ്ടുവരും. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വർണവും മോതിരവും പൈസയൊക്കെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക. നിങ്ങളുടെ എന്താണോ നിയ്യത്ത്, ആ നിയ്യത്ത് എന്ത് ചെയ്യുക? അതിലേക്ക് എഴുതി കൊടുത്തു വിട്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ സയ്യിദ് ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സർബത്ത് 2 ദിവസം കുടിക്കാൻ നമ്മുടെ ഹാജിയാരുടെ മോനെ ഹനീഫ് അൽഹംദുലില്ലാഹ് 2 ദിവസം കുടിക്കാൻ പാനീയം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഭക്ഷണം തന്ന അദ്ദേഹമാണ്. അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ. എന്തൊരു ആമീൻ, ഒരു പവർ വർവ്. കാരണം എനിക്ക് ഭക്ഷണം തന്നോണ്ട നിങ്ങൾക്ക് തരാത്തോണ്ട ഇൻഷാ അല്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന്റെ ജോലിയിലും ബിസിനസ്സിലൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉഷാറ് പാട്ടാട്ടോ, എന്നോട് പാടിയിട്ടുണ്ടെന്ന് പറയണേ.
ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ഞാനിങ്ങനെ ഉസ്താദ് ഞാൻ പറഞ്ഞു, മേളിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദെ കാണുമ്പോൾ സന്തോഷമുണ്ട് ഉസ്താദെ, വേറൊന്നുമില്ല. ആ ചെറുപ്പക്കാരും നടുവിൽ ആ പ്രായമുള്ള ഹാജിയാരും ചുറ്റും കുറച്ച് പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ ദഫ് കൂട്ടുമ്പോൾ വല്ലാത്ത സന്തോഷം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നുണ്ട് ഫിത്തനയും ഫസാദും പറയാന് കുറച്ച് ആളുകളെ കൊണ്ട് പറ്റും. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ സ്നേഹവും അള്ളാഹു ഐക്യവും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മരിക്കുന്നിടത്തോളം കാലം ഈ മഹനീയമാകുന്ന ഈ ആചാരം അള്ളാഹു നിലനിർത്താൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് വരണുണ്ട്. അപ്പൊ എന്ത് എല്ലാവരും ആത്മാർത്ഥമായി കൊടുക്കുക. അപ്പൊ ആണുങ്ങൾക്ക് ബക്കറ്റ് ഇല്ലെന്നായിരിക്കും, ഇല്ലെന്നല്ല, അവസാനം കൈ പിടിക്കുക, മുസാഫത്ത് ചെയ്യുക, പിഴിയുക. അത് തന്നെ അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ. അള്ളാഹു തരുന്ന സ്വതക്കയിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ പറഞ്ഞു, ഉസ്താദെ പിരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന പൈസ ബാലൻസാ? അതല്ല ഉസ്താദെ, ഞങ്ങൾ എല്ലാവരും നിക്കർ നേരത്തെ ഊരിയിട്ടിരിക്കുക, എല്ലാവരും പൈസ തന്നിട്ടുണ്ട്, അപ്പൊ ഇനി ആരും തരാനില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അൽഹംദുലില്ലാഹ് അള്ളാഹു കൊടുത്തവർക്കൊക്കെ ഖൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയാ, ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാനും നിങ്ങൾ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, ഗുണപാഠം എന്ന് പറയുന്നത്, ഔലിയാക്കന്മാരെ ഹറാമ് ചെയ്യാത്തവരാ, തിന്മകൾ ചെയ്യാത്തവരാ. ഞാനും നിങ്ങളും അപ്പൊ എന്ത് ചെയ്യണം? തിന്മകൾ ചെയ്യാതെ മുന്നോട്ട് പോകണം. ഔലിയാക്കന്മാരെ സ്നേഹിക്കുമ്പോൾ ആ ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്, ഇല്ലേ? ഈ വൈറസ് പടരുന്നത് പോലെ അറ്റാക്ക് എന്ന് പറയുന്ന രോഗം ഇങ്ങനെ പടർന്നു പന്തളിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവേ, ഞങ്ങളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തിരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇന്ന് രാത്രി നമ്മുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കണ ഭാര്യ ചിലപ്പോ നാളെ രാവിലെ എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണീക്കാൻ കഴിയാതെ തണുത്ത് വിറച്ചുകൊണ്ട് മയ്യത്തായിട്ട് കിടക്കലുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഞാൻ പറയാ, ഈ അറ്റാക്കുകൾ ഇങ്ങനെ പെരുക, അല്ലെ? അറ്റാക്കുകൾ ഇങ്ങനെ പെരുക, അതിനുള്ള കാരണം എന്താ? ആൾക്കാർക്ക് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആൾക്കാർക്ക് നാളെ പടച്ചവനെ അവിടെ പൈസ കൊടുക്കണം, ഇവിടെ പൈസ കൊടുക്കണം, നാളെ പള്ളി കമ്മിറ്റിക്കാർ പിരിക്കാൻ വരും, ഓർക്ക് പൈസ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ടെൻഷനും ബേജാറുമായിട്ട് നടക്കുന്ന ചില ചങ്ങാതിമാര് നമ്മുടെ ഈ കർണാടകയിലും കേരളത്തിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഓവർ അടിക്കുമ്പോൾ അറ്റാക്ക് പോലുള്ള മാരകമാകുന്ന രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഞാൻ ചോദിക്കട്ടെ, ഇന്നുവരെ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കാഠിന്യം ഓർത്തിട്ട് നമുക്കൊരു നെഞ്ചുവേദന വന്നിട്ടുണ്ട്? ആശിഖ് ദാരിമി എന്ന് പറയും ഈ വഅദ് പറയണം ഞാനും, ഇവിടെ ഇരിക്കണം ഉസ്താദന്മാരും, ഇവിടെ ഇരിക്കണം നിങ്ങളും, എല്ലാവരോടും ഞാൻ പറയാ, ഇന്നുവരെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കിടക്കപ്പായിൽ ഇരുന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, അല്ലാഹുവേ ഇന്ന് എത്ര തിന്മകൾ ഞാൻ ചെയ്തു റബ്ബേ. നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കാഠിന്യം കൊണ്ട് നമുക്കൊരു അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇറച്ചി കഴിഞ്ഞിട്ട് മറ്റേ കൊളസ്ട്രോൾ കൂടിയിട്ട് നമുക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കടങ്ങൾ കൂടിയിട്ട് നമുക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകളുടെ കാരണം കൊണ്ട് നമുക്ക് അതിന്റെ ബേജാറ് കൊണ്ട് നമുക്കൊരു വേദനയോ നമുക്കൊരു കണ്ണുനീരോ നമ്മുടെ കണ്ണിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒഴുകിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയാ, ഇന്നത്തെ രാത്രി തന്നെ നമ്മളൊരു തീരുമാനമെടുക്കണം. ഉസ്താദേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തിന്മകൾ ഞങ്ങൾ ചെയ്തു പോയി ഉസ്താദേ, അതെല്ലാം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവോട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണെന്നുള്ള ഒരു തീരുമാനം എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറയാ, ഈ വഅദ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ വഅദ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ വഅദ് എനിക്കും നിങ്ങൾക്കും കൂടിയുള്ളതാ. കഴിഞ്ഞ ദിവസം ആത്തൂര് ഭാഗത്തൊരു സ്ഥലത്ത് വഅദിന് പോയപ്പോ അവിടുത്തെ ഒരു തങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആശിഖേ, എടാ നീ വഅദ് പറയുമ്പോ എടാ ഈ 2-3 മോണിറ്റർ ഇങ്ങനെ സ്റ്റേജിലോട്ട് തിരിച്ചു വെച്ചിരിക്കണത് എന്തിനാണെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചാ, ആശിഖേ, എടാ ഈ 3 മോണിറ്റർ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കണം എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ആ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഈ വഅദ് പറയുമ്പോ അതിന്റെ ഫീഡ്ബാക്ക് എത്ര ശബ്ദം പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ 3 മോണിറ്റർ വെച്ചിരിക്കണതെന്ന് ഞാൻ തങ്ങളോട്